ലൈവിൽ ഷാനവാസ് അക്ബറിനോട് സംസാരിക്കുകയാണ്. വേറെ ആരെ കുറിച്ചല്ല, ജിസേലിനെ കുറിച്ചാണ്. ജിസേൽ പോയതിൽ ഒരുപാട് സങ്കടമുണ്ട്. അവളൊരു ടോപ്പ് 5-ൽ വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവൾക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഏത് എലിമിനേഷൻ റൗണ്ട് വന്നാലും അവൾ നല്ല പുഞ്ചിരിയോടെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അക്ബറും അത് ശരിയാ പറഞ്ഞത്. ഞാനും ഓർത്തത് ആദില പോവെന്നാണ് ഓർത്തത്. പക്ഷേ ജിസേൽ ഔട്ടായി, എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ഷാനവാസ് അകത്ത് വന്ന് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, ഈ ലക്ഷ്മിയും സാബുമോനും എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒരു പണിയും ചെയ്യില്ല, ചുമ്മാ കയറി കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. ഇനി ആരും അവർക്ക് സ്പേസ് കൊടുക്കരുത്, ഞാൻ കൊടുക്കത്തില്ല. അപ്പോൾ എല്ലാവരും അതിൽ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് അത് ശരിയാണ്. ലക്ഷ്മി ആണെങ്കിലും സാബുമാനാണെങ്കിലും വലിയ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. ഒരു ആവറേജ് ആണെന്ന് പോലും പറയാൻ പറ്റില്ല. ഇത് ബിഗ് ബോസ് ഷോ അല്ലേ. സാബുമാൻ ചിലപ്പോൾ നല്ലൊരു പാവമാളെ നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ ഈ ഷോയ്ക്ക് പറ്റിയ ആളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പക്ഷേ സാബുമാനെക്കാട്ടിലും 100-ൽ ബെറ്ററാണ് നമ്മുടെ ഓനിയിലാണെങ്കിലും പോയ ജിസേലാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അവർക്ക് സ്പേസ് ഇനി കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി നാളത്തെ എപ്പിസോഡുകളിലൊക്കെ എങ്ങനെ ആയിരിക്കും ഷാനവാസിൻ്റെ പ്ലാനിങ്, വിജയിക്കും ഇല്ലയോ നമുക്ക് നോക്കാം.